സോളമൻ എന്താ മുണ്ടൊക്കെ വെറുതെ കൊടുത്താണ് സാർ. നമ്മൾ കണ്ടിട്ട് കുറച്ചായല്ലേ. സാറിന്റെ ആരോഗ്യമൊക്കെ എങ്ങനെ? ചാവില്ലാന്ന് തോന്നുന്നു. പത്രത്തിലൊന്നും ഇപ്പം പത്മനാഭൻ നായരുടെ പേര് പോലും ഇല്ലല്ലോടോ. നീ ഒഴികെ എല്ലാരും മറന്നു ഈ കേസ്, ഞാൻ പോലും. ഇവിടെ കിടക്കാൻ വയ്യടോ. 75 വയസ്സായി. അമേരിക്കയിൽ പോയി ഫിറ്റ് ചെയ്ത പേസ് മേക്കർ എപ്പോഴാ നിൽക്കുന്നതെന്ന് അറിയില്ല. ആ, ഞാൻ പറഞ്ഞ 2 പേര് നിന്റെ അടുത്ത് വരും. നീ ആ 1 കോടി അവർക്ക് വേണ്ടി മാറ്റിവെച്ചേക്ക. പഴയ ഒരു തെറ്റ് തിരുത്താനാ. സാർ, ഞാൻ ആ ഡോളർ കൺവേർട്ട് ചെയ്യണ കാര്യം പറയാൻ വേണ്ടിട്ടാ വന്നത്. നീ ഒന്നും ചെയ്യണ്ട. അല്ലെങ്കിലേ നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. സോളമ, വീട്ടിൽ പോയി ഈ മുണ്ടല്ല, ഒറ്റ മുണ്ടെടുത്ത് പഠിക്കും. ജയിലിലെല്ലാരും അതാ. എടാ സോളമ, ഇനിയും നിന്നോട് ക്ഷമിക്കാൻ നിന്റെ തന്തയല്ല ഞാൻ. പത്മനാഭന് ചുറ്റും ഒരു മതിലും കെട്ടി അതിലൊരു ഇരുമ്പ് വാതിലും പിടിപ്പിച്ചാൽ ഞാൻ അതിനകത്ത് കിടക്കുമെന്ന് വിചാരിച്ചോ? ECGയിൽ വേരിയേഷൻ ഒന്നുമില്ല. കുറച്ച് നാളോട് ഓടൂ ഡോക്ടറെ. എന്താ സംശയം? അമേരിക്കൻ പേസ് മേക്കറിലേ വെച്ചേക്കുന്നത്, അതങ്ങ് ഓടും. അപ്പോൾ ശരി, റൗണ്ട്സിന് ടൈമായി. സിസ്റ്ററെ, റിസൾട്ട് അങ്ങ് എത്തിച്ചേക്കും. സാർ. ഇരിക്കെ. യെസ് സാർ. ഈ പേസ് മേക്കറൊക്കെ വെക്കേണ്ടി വരുന്നത് എപ്പോഴാണെന്നറിയാമോ? മനസ്സ് ചാകുമ്പോഴാണ്. അപ്പം ഇതുപോലെ ഒരെണ്ണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാവുമ്പോൾ മനസാക്ഷിക്കുത്തുണ്ടാവില്ല. എന്തും ചെയ്യാം. താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ 2 പിള്ളേരെ അവിടെ നിന്ന് ഇറക്കി തരണം. ഒരുത്തൻ്റെ ശിക്ഷ കഴിയാറായതാ. അതിപ്പോ ഞാൻ എങ്ങനെയാ സർ? അത് ഈ ശിക്ഷയളവ്, ഈ നല്ല നടപ്പ്, അങ്ങനെ ചില പരിപാടികളില്ലേ. 5-6 പേരെ ഇറക്കി വിടുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവന്മാരെ കൂടെ ഇറക്കി വിട്ടാൽ മതി. ഒച്ചയും ബഹളമൊന്നും ഇല്ലാതെ അവരങ്ങ് ഇറങ്ങിപ്പോക്കോളും. ഞാൻ ഈ കേസിൽ ഇടപെട്ടാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് നടക്കില്ല, നടത്തിക്കില്ല. നിങ്ങളാവുമ്പോൾ അതിൻ്റെ മുറയ്ക്ക് നടക്കുന്നതായിട്ടേ കരുതും. ആരാണ് സർ കക്ഷികള്? അത്ര വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഉള്ളവന്മാരല്ല. പക്ഷേ അവന്മാരുടെ കയ്യിലൊരു ഐറ്റം ഉണ്ട്. തനിക്ക് അതൊരു ബുദ്ധിമുട്ടാവൂ? സാറൊന്ന് ബുദ്ധിമുട്ട് വിചാരിച്ചിരുന്നെങ്കിൽ ഈ തൊപ്പിയും യൂണിഫോമും ഞാൻ എന്നേ അഴിച്ചു വെക്കേണ്ടി വന്നേനെ. അപ്പോൾ അവന്മാർ ഇറങ്ങും അല്ലേ? എൻ്റെ പണി പോയി. ഇപ്പൊ പിന്നെ ഫുഡിന്റെ ഒക്കെ ഡെലിവറി നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. പിന്നെ ഈ ടാക്സി. ഇതാരാ കൂടെ ഉള്ളത്? മാന്യന്മാരുടെ കൂട്ടത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ. ഇരുട്ടടിയാണ്ടായിരിക്കും വലിയ പരിചയം പോരാത്തത്. അതെ, നിങ്ങൾ തമ്മിൽ ശരിക്കും അറിയാവോ? ഇപ്പൊ ഞങ്ങളെ അതങ്ങ് ഇടിച്ചു തീർത്തു. സദാശിവനും മുജീബിനും ചെകുവേരക്കൊക്കെ സുഖമാണല്ലോ അല്ലേ? സഖാവ് ഇപ്പൊ സ്വന്തമായിട്ട് ബാങ്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബെസ്റ്റ്. ഇത് വിനോദ്, എൻ്റെ പുതിയ സ്റ്റാഫാ. നീ ഒരു കാര്യം ചെയ്യും, ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഗവൺമെൻറ് ആശുപത്രി കൊണ്ട് കൊടുത്താറ്. ആ, ഇത് ബിരിയാണി അവിടെ പോട്ടെ. ശരി എന്നാ. ഇതാര്? ദുബായ്ക്കാരനോ? ദുബായിന്ന് കൈയും വീശിയാണോ വന്നത്? എന്റെ മമ്മി, ദുബായിന്ന് കിട്ടിയതൊന്നും ഇങ്ങോട്ട് തരാൻ കൊള്ളത്തില്ല.
ഇവനാരാടാ? ഇവനാ ദുബായിക്ക് പോകാൻ വിസ എടുത്ത് തന്നത്. ഓ വാ. അവിടെ ജീവിതത്തിൽ കല്യാണം കഴിച്ചത് നന്നായി എന്നിപ്പോൾ തോന്നിപ്പോകുന്നുണ്ട്. ഒരുതരം ആവേശമാണ്. മക്കള്, കൊച്ചുമക്കള്. ചാവാൻ തോന്നില്ല. ചോദിക്കുന്നുണ്ടോന്ന് തോന്നരുത്. മക്കളൊക്കെ ഉണ്ടായിട്ടും സാറെന്തിനാ സോളമനെ പോലെ ഒരുത്തിനെ ഇതൊക്കെ ഏൽപ്പിച്ചത്? പത്മനാഭൻ നായർക്ക് സർക്കാർ തന്ന ശമ്പളമല്ലല്ലോ, ഞാൻ ചോദിച്ചു വാങ്ങിയ കമ്മീഷനല്ലേ. അത് ഞാൻ മക്കൾക്ക് കൊടുത്ത് ഇതിനകത്ത് വന്ന് കിടന്ന് തിരിച്ചിറങ്ങുന്നതിന് മുമ്പ് അവന്മാർ തമ്മി തല്ലിച്ചാവും. ഞാനായിട്ടത് കൊടുത്താൽ അച്ഛൻ മക്കൾക്ക് കൊടുത്തതായിട്ടേ കരുതൂ. പിന്നെ സോളമൻ, അവനെ ഞാൻ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ഇനി കളിച്ചു നിൽക്കാൻ സമയമില്ല. ഞങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു സോളമനാകാതിരുന്നാൽ ജീവൻ ബാക്കി. വെറുതെ പറഞ്ഞതാടോ. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഈ പത്മനാഭൻ. 60 വയസ്സ് കഴിഞ്ഞ് കിട്ടുന്ന അടികളൊക്കെ നമ്മളെ ഇരുത്തിക്കളയും. കാരണം അത് തിരിച്ചു കൊടുക്കാനുള്ള ആരോഗ്യമോ സമയമോ നമുക്കില്ലെന്ന് നമുക്ക് തന്നെ അറിയാം. പത്മനാഭൻ സാറേ, നമുക്ക് പ്രായം 30 ആയിട്ടുള്ളൂ. അടി കിട്ടിയാലും കൊടുക്കാനുള്ള സമയമുണ്ട്, ആവതുമുണ്ട്. നിങ്ങളെക്കുറിച്ച് ഞാനൊരു കഥ സോളമനോട് പറഞ്ഞു. പക്ഷേ ആ കഥ അവൻ ഒരിക്കലും വിശ്വസിക്കില്ല. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ അവനെ കാണാൻ പോകാൻ. അവൻ തരുന്ന പൈസ മേടിക്കുക. അതൊരു ടെസ്റ്റ് ഡോസാണ്. അത് തരാതിരിക്കാൻ അവനാവുന്നതും ശ്രമിക്കും. നിങ്ങളെ ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. കാരണം നിന്റെ ബൈക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നും സ്റ്റാലിനെ നിന്റെ അമ്മ വാങ്ങുന്ന വിധവാ പെൻഷൻ എത്രയാണെന്ന് വരെ എനിക്കറിയാം. പോറ്റിയെ കാണാൻ മറക്കണ്ട.